എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്ന വിഷയം വളരെ ഗൗരവമുള്ളതും അതേസമയം വളരെ ലളിതവുമായ ഒരു ആത്മീയ സത്യമാണ്. മനുഷ്യജീവിതം എന്നത് ആഗ്രഹങ്ങളുടെയും പ്രതീക്ഷകളുടെയും പരീക്ഷണങ്ങളുടെയും ഒരു യാത്രയാണ്. ഓരോരുത്തരും ജീവിതത്തിൽ എന്തെങ്കിലും നേടണം, എന്തെങ്കിലും സാധിക്കണം, എന്തെങ്കിലും പ്രശ്നങ്ങൾ മാറണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. എന്നാൽ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു അനുഭവമുണ്ട്. ചില കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നടക്കും, എന്നാൽ ചില കാര്യങ്ങൾ എത്ര ശ്രമിച്ചാലും നടക്കാതെ നിൽക്കും. ചിലർക്കത് വിവാഹ തടസ്സമായി തോന്നും, ചിലർക്കത് സാമ്പത്തിക പ്രശ്നമായി തോന്നും, ചിലർക്കാണെങ്കിൽ കുടുംബത്തിലെ അസ്വസ്ഥതയായി തോന്നും, ചിലർക്കത് സന്താന ലാഭമില്ലായ്മയായി തോന്നും. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ ഉയരുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടക്കാത്തത്? ഞാൻ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് ഫലം കാണുന്നില്ല? ഞാൻ ശ്രമിച്ചിട്ടും എന്തുകൊണ്ട് തടസ്സങ്ങൾ മാറുന്നില്ല? ഈ ചോദ്യം മനുഷ്യനെ ദൈവസന്നിധിയിലേക്ക് നയിക്കുന്ന ഒരു ആന്തരിക ശക്തിയാണ്. കാരണം മനുഷ്യൻ ഒടുവിൽ തിരിച്ചറിയുന്നത് മനുഷ്യശ്രമം മാത്രം എല്ലാം നിയന്ത്രിക്കുന്നില്ല എന്ന സത്യമാണ്. ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അദൃശ്യ നിയമം ഉണ്ടെന്ന് ആത്മീയ പരമ്പരകൾ പറയുന്നു. അതാണ് കർമ്മവും ദൈവാനുഗ്രഹവും ചേർന്നുള്ള ജീവിത പ്രവാഹം. നമ്മുടെ സംസ്കാരത്തിൽ വളരെ ആഴത്തിൽ പറയുന്ന ഒരു സത്യമുണ്ട്. ശിവനും ശക്തിയും ഒരുമിച്ചാൽ മാത്രമാണ് സൃഷ്ടിയും പ്രവർത്തനവും പൂർത്തിയാകുന്നത് എന്ന്. ശിവൻ നിർവികാരമായ ചൈതന്യത്തിൻ്റെ പ്രതീകമാണ്. ശക്തി സൃഷ്ടിയും പ്രവർത്തനവും ഗതിയും പ്രതിനിധീകരിക്കുന്ന ശക്തിയാണ്. ശിവൻ നിലച്ച നിശ്ചലതയെ സൂചിപ്പിക്കുമ്പോൾ ശക്തി സജീവതയും മാറ്റവും പ്രകടമാക്കുന്നു. അതുകൊണ്ട് ശിവനും പാർവതിയും ഒരുമിച്ചുള്ള അനുഗ്രഹം ലഭിക്കുമ്പോൾ മനുഷ്യജീവിതത്തിൽ ഗതിയുണ്ടാകുന്നു, തടസ്സങ്ങൾ ദുർബലമാകുന്നു, അസാധ്യമായി തോന്നിയ കാര്യങ്ങൾ സാധ്യമായി അനുഭവപ്പെടുന്നു എന്ന വിശ്വാസം നമ്മുടെ ആത്മീയ പരമ്പരയിൽ നിലനിൽക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ശിവക്ഷേത്രത്തിൽ ചെയ്യപ്പെടുന്ന 2 പ്രത്യേക വഴിപാടുകളെക്കുറിച്ച് ഭക്താനുഭവങ്ങളിൽ നിന്ന് പറയപ്പെടുന്നത്. ഈ 2 വഴിപാടുകൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ ശിവശക്തി സംഗമത്തിൻ്റെ പ്രതീകമായ പൂജ നടക്കുന്നു എന്ന ആത്മീയ സങ്കല്പം നിലനിൽക്കുന്നു. ഈ വഴിപാടുകളിൽ ഒന്നാണ് ശിവഭഗവാനോട് ഏറ്റവും പ്രിയപ്പെട്ട ദ്രവ്യമായി കണക്കാക്കുന്ന കൂവളത്തില കൊണ്ടുള്ള മാല സമർപ്പിക്കൽ. കൂവളം ശിവനോട് ഏറ്റവും അടുപ്പമുള്ള ഇലയായി പരിഗണിക്കപ്പെടുന്നത് അതിൻ്റെ രൂപരചനയിലും പ്രതീകാത്മക അർത്ഥത്തിലും നിന്നാണ്. കൂവളത്തിൻ്റെ 3 ഇലകൾ ത്രിമൂർത്തികളെ പ്രതിനിധീകരിക്കുന്നു എന്നു പറയുന്നു. അതുപോലെ തന്നെ സത്വ, രജസ്, തമസ് എന്ന 3 ഗുണങ്ങളെയും അത് സൂചിപ്പിക്കുന്നു എന്ന് വ്യാഖ്യാനം ചെയ്യപ്പെടുന്നു. ശിവന്റെ ത്രിശൂലത്തെയും കൂവളത്തിൻ്റെ 3 ഇലകളുമായി ബന്ധിപ്പിച്ച് കാണുന്നുണ്ട്. ഇതിലൂടെ മനുഷ്യൻ്റെ ഭൂതകാലം, വർത്തമാനം, ഭാവി എന്ന കലാപരിധികൾ പോലും ശിവതത്വത്തിൽ ലയിക്കുന്നു എന്ന ആത്മീയ സങ്കല്പമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് കൂവളം സമർപ്പിക്കുന്നത് ഒരു ഇല സമർപ്പിക്കൽ മാത്രമല്ല, മനുഷ്യൻ്റെ ജീവിതവും കർമ്മവും സമയവും ശിവന് സമർപ്പിക്കുന്ന ഭക്തി പ്രവർത്തനമാണ്. കൂവളമാല ശിവലിംഗത്തിൽ അണിയിക്കുന്ന നിമിഷം ആ ഭക്തന് അനുഭവപ്പെടുന്ന ശാന്തതയും സമർപ്പണ ബോധവും പൂജയുടെ ആന്തരിക അർത്ഥത്തെ ശക്തമാക്കുന്നു. ഭക്തൻ തൻ്റെ ഭാരങ്ങളും വിഷമങ്ങളും കർമ്മബന്ധനങ്ങളും ശിവനു സമർപ്പിക്കുന്നു എന്ന അന്തർസങ്കല്പം മനസ്സിൽ രൂപപ്പെടുന്നു. അതുകൊണ്ട് ഭക്താനുഭവങ്ങളിൽ കൂവളം സമർപ്പിക്കുന്നത് പാപക്ഷയം ഉണ്ടാക്കുന്നു, ഗ്രഹദോഷങ്ങൾ ശമിപ്പിക്കുന്നു, തടസ്സങ്ങൾ ദുർബലമാക്കുന്നു, വിവാഹ തടസ്സങ്ങൾ മാറാൻ സഹായിക്കുന്നു, മനഃശുദ്ധി നൽകുന്നു എന്ന വിശ്വാസമുണ്ട്. ഇതിൻ്റെ കൂടെ ചെയ്യപ്പെടുന്ന 2ാമത്തെ വഴിപാടാണ് പിൻവിളക്ക്. ശിവലിംഗത്തിൻ്റെ പിന്നിൽ ദേവിയെ സങ്കല്പിച്ച് തെളിയിക്കുന്ന വിളക്കാണ് പിൻവിളക്ക്. വിളക്ക് സാധാരണ പ്രകാശം മാത്രമല്ല,
ശക്തിയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. പ്രകാശം എന്നത് അജ്ഞാനം നീക്കുന്ന ശക്തിയെയും സജീവതയെയും പ്രതിനിധീകരിക്കുന്നു. ശിവൻ ചൈതന്യത്തിൻ്റെ പ്രതീകമാകുമ്പോൾ വിളക്ക് ശക്തിയുടെ പ്രതീകമായി നിലകൊള്ളുന്നു. അതുകൊണ്ട് ശിവന്റെ പിന്നിൽ വിളക്ക് തെളിയിക്കുന്നത് ശക്തി ശിവനുമായി ഒരുമിക്കുന്നു എന്ന സങ്കല്പമാണ്. ഇവിടെയാണ് ശിവശക്തി സംഗമത്തിൻ്റെ ആത്മീയ ആശയം പ്രത്യക്ഷമാകുന്നത്. ശിവനും ശക്തിയും വേർപിരിഞ്ഞ നിലയിലുള്ളതല്ല, ഒരുമിച്ചുള്ള തത്വങ്ങളാണ്. ചൈതന്യം മാത്രം നിലനിൽക്കുമ്പോൾ പ്രവർത്തനം സംഭവിക്കില്ല. ശക്തി ചേർന്നാൽ മാത്രമാണ് സൃഷ്ടിയും പ്രവർത്തനവും നടക്കുന്നത്. അതുകൊണ്ട് കൂവളമാല എന്ന ശിവപ്രിയ സമർപ്പണവും പിൻവിളക്ക് എന്ന ശക്തി സങ്കല്പവും ഒരുമിച്ച് ചെയ്യുന്ന പൂജ ശിവശക്തി അനുഗ്രഹത്തിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ഈ രണ്ട് വഴിപാടുകളും ഒരുമിച്ച് ചെയ്യുമ്പോൾ വിധിയെപ്പോലും മാറ്റിമറിക്കാനാവുന്ന ശക്തിയുണ്ടാകുന്നു എന്ന് പല ഭക്തരുടെ അനുഭവങ്ങളിൽ നിന്ന് പറയപ്പെടുന്ന കാര്യമാണ്. കർമ്മബന്ധനങ്ങൾ ദുർബലമാകുമ്പോൾ ജീവിതത്തിൽ തടസ്സങ്ങൾ കുറയുന്ന അനുഭവം ഉണ്ടാകുന്നു. ഇത് ആളുകൾ എൻ്റെ വിധി മാറി എന്ന ഭാഷയിൽ പറയുന്നു. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന വഴിപാടുകൾ ചെയ്യാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള ദിവസം തിങ്കളാഴ്ച ദിവസമാണ്. തിങ്കളാഴ്ച ശിവനോട് ബന്ധപ്പെട്ട ദിവസമായി കണക്കാക്കപ്പെടുന്നു. ചന്ദ്രൻ മനസ്സിനെ പ്രതിനിധീകരിക്കുന്നു. ശിവൻ ചന്ദ്രനെ ധരിക്കുന്ന ദൈവമായി ചിത്രീകരിക്കപ്പെടുന്നു. അതുകൊണ്ട് ശിവപൂജയും മനഃശാന്തിയും തമ്മിൽ ബന്ധമുണ്ട്. തിങ്കളാഴ്ച ശിവപൂജ ചെയ്യുമ്പോൾ മനസ്സിൻ്റെ അസ്ഥിരത കുറയുന്നു, ചിന്താശുദ്ധി ഉണ്ടാകുന്നു, ആഗ്രഹസിദ്ധിക്ക് അനുയോജ്യമായ അന്തരീക്ഷം അവിടെ രൂപപ്പെടുന്നു എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രദോഷകാലം പകലും രാത്രിയും സംഗമിക്കുന്ന ഇടവേളയെയാണ് പ്രദോഷകാലം എന്ന് പറയുന്നത്. സംഗമം എന്ന ആശയം തന്നെ ശക്തിയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ശിവൻ ആനന്ദ താണ്ഡവം ചെയ്ത സമയം എന്ന വിശ്വാസം പ്രദോഷത്തിൻ്റെ ആത്മീയ പ്രാധാന്യവും വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രദോഷത്തിൽ ശിവപൂജ ചെയ്യുമ്പോൾ ഗുരുതര കർമ്മങ്ങൾ പോലും ദുർബലമാകുന്നു, തടസ്സങ്ങൾ മാറുന്നു, അനുഗ്രഹം വേഗത്തിൽ അനുഭവപ്പെടുന്നു. ഈ ഒരു സമയത്ത് ശിവനെ പൂജിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം പെട്ടെന്ന് തന്നെ സഫലമാകുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നമ്മൾ വഴിപാട് ചെയ്യുമ്പോൾ ശുദ്ധി വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. പൂജയുടെ ശക്തി ദ്രവ്യത്തിലല്ല, ഭക്തന്റെ ആന്തരശുദ്ധിയിലാണ്. അതുകൊണ്ട് വഴിപാട് ചെയ്യുന്ന ദിവസം വീടും പരിസരവും ശുദ്ധമാക്കി വെക്കണം. കല്ലുപ്പും മഞ്ഞളും ചേർത്ത വെള്ളം കൊണ്ട് വീട് തുടയ്ക്കുക. അതുപോലെ തന്നെ വീടിന് ചുറ്റും മഞ്ഞളും കല്ലുപ്പും ചേർത്ത വെള്ളം കൊണ്ട് തെളിക്കുക. ഇതിങ്ങനെ ചെയ്യുന്നത് നെഗറ്റീവ് ഊർജം നീക്കാനുള്ള ചില വഴികളാണ്. കല്ലുപ്പ് നെഗറ്റീവ് സ്പന്ദനങ്ങളെ ആഗിരണം ചെയ്യുന്നു. അതുപോലെ തന്നെ മഞ്ഞൾ ശുദ്ധിയുടെ പ്രതീകമാണ് എന്നും പറയപ്പെടുന്നുണ്ട്. ഭൗതിക ശുദ്ധിയോടൊപ്പം മനഃശുദ്ധിയും അത്ര തന്നെ പ്രധാനമാണ്. ക്ഷേത്രത്തിൽ പോകുമ്പോൾ കോപം, അസൂയ, ദേഷ്യം തുടങ്ങിയ വികാരങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. അങ്ങനെ പറയുന്നത് ശിവതത്വം ശാന്തതയുടെ പ്രതീകമാണെന്ന ആശയത്തിലാണ്. അതുകൊണ്ട് തന്നെ ശാന്തമായ മനസ്സോടെ ചെയ്യുന്ന പൂജ ദൈവസങ്കല്പവുമായി കൂടുതൽ ഏകത സൃഷ്ടിക്കുന്നു. അതുപോലെ തന്നെ വ്രതശുദ്ധിയും ഇവിടെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. വ്രതം എന്നത് ഭക്ഷണ നിയന്ത്രണം മാത്രമല്ല, ചിന്തയും വാക്കും പ്രവൃത്തിയും ശുദ്ധമാക്കുന്ന അന്തർനിയമനമാണ്. സാത്വിക ചിന്തയും സ്വാത്വിക ജീവിത ശൈലിയും ചേർന്നാൽ പൂജയുടെ ആന്തരിക ശക്തി വർദ്ധിക്കുന്നു എന്ന് ഭക്തപരമ്പരകൾ പറയപ്പെടുന്നുണ്ട്. ശിവനും പാർവതിയും ദിവ്യദാമ്പത്യത്തിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നതിനാൽ വിവാഹ തടസ്സങ്ങൾ മാറാൻ ശിവശക്തി പൂജ ചെയ്യുന്നതിലൂടെ സാധ്യമാകുന്നു എന്നാണ് വിശ്വാസം. സമർപ്പണം, വിശ്വാസം, ഏകത എന്നിവയാണ് ശിവപാർവതി ദാമ്പത്യത്തിൻ്റെ ആന്തരിക സന്ദേശം. അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും കുടുംബ തടസ്സങ്ങൾക്കും ശിവശക്തി പൂജ ആത്മീയ ആശ്വാസം നൽകുന്നു. ആത്മീയ ശാസ്ത്രങ്ങളിൽ കർമ്മം, സഞ്ചിതം, പ്രാരാബ്ധം, ആഗാമി എന്നിങ്ങനെ 3 വിഭാഗങ്ങളായി വിശദീകരിക്കപ്പെടുന്നു. ഭക്തിയും പൂജയും ദൈവാനുഗ്രഹവും ചേർന്നാൽ സഞ്ചിത കർമ്മത്തിൻ്റെ ഭാരത്തിൽ കുറവ് സംഭവിക്കുന്നു എന്നാണ് വിശ്വാസം.
അതിനാൽ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ ആളുകൾ വിധി മാറിയതായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ശിവക്ഷേത്രത്തിൽ കൂവളമാലയും പിൻവിളക്കും ഒരുമിച്ച് സമർപ്പിക്കുന്നത് ശിവശക്തി സംഗമത്തിൻ്റെ പ്രതീകമായ പൂജയായി ഭക്തപരമ്പരയിൽ എന്നും നിലനിൽക്കുന്നു. വിശ്വാസത്തോടും ശുദ്ധിയോടും സമർപ്പണബോധത്തോടും ചെയ്യുന്ന ഈ വഴിപാട് ഭക്തൻ്റെ മനസ്സിൽ പ്രതീക്ഷയും ആത്മവിശ്വാസവും ദൈവാനുഭവവും ഉണർത്തുന്ന ആത്മീയ മാർഗമാണ്. ജീവിതത്തിൽ ചിലപ്പോൾ മനുഷ്യൻ എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടും കാര്യങ്ങൾ നടക്കാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവൻ ദൈവസന്നിധിയിൽ ആശ്രയം തേടുന്നു. ശിവൻ ശാന്തതയുടെ പ്രതീകമാണ്, ശക്തി പ്രവർത്തനത്തിൻ്റെ പ്രതീകമാണ്. ഇവ രണ്ടും ഒരുമിച്ചാൽ ജീവിതത്തിൽ ഗതിയുണ്ടാകുന്നു എന്ന ആത്മീയ സന്ദേശമാണ് ശിവശക്തി പൂജ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തിയോടും വിശ്വാസത്തോടും ശുദ്ധിയോടും സമർപ്പണത്തോടും കൂടെ ഈ 2 വഴിപാടും ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ തടസ്സങ്ങൾ കുറയുകയും അന്തർശാന്തി വർദ്ധിക്കുകയും ദൈവാനുഭവം ആഴപ്പെടുകയും ചെയ്യും. മനസ്സിൽ യാതൊരു വിദ്വേഷവും ഇല്ലാതെ ശാന്തമായ മനസ്സോടുകൂടി പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് വേണം ഈ ഒരു കർമ്മം നിർവഹിക്കാൻ. മനസ്സിൽ ദേഷ്യവും പകയും ഒക്കെ നിറച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു വഴിപാടിനും യാതൊരുവിധ ഫലവും ഉണ്ടാകില്ല എന്ന കാര്യം നിങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ പൗരാണികമായി നമ്മുടെ ആത്മീയ വ്യാഖ്യാനങ്ങൾ പറയുന്ന കാര്യമാണ്. ഞാൻ ഈ വീഡിയോയിൽ ഇത്രയും വിശദീകരിച്ച് കാര്യങ്ങൾ പറയുന്നത് ഇതിൻ്റെ ആന്തരിക അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. എത്രത്തോളം ഈ 2 വഴിപാടുകൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ എത്രത്തോളം അതിന് ഫലം ലഭിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ആത്മീയ വ്യാഖ്യാനങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. കാരണം അത്രത്തോളം ഫലം ലഭിക്കുന്ന ഒരു വഴിപാടുകളാണ് ഈ 2 വഴിപാടുകളും, കൂവളമാല സമർപ്പിക്കലും പിൻവിളക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വ്രതശുദ്ധിയോടുകൂടി തിങ്കളാഴ്ച ദിവസം പൂർണ്ണ ഭക്തിയോടുകൂടി ശിവഭഗവാനെ പ്രാർത്ഥിക്കുക. ഈ 2 വഴിപാടുകളും ഒരുമിച്ച് ചെയ്യുക. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് ഹൃദയം നിറഞ്ഞുകൊണ്ട് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.